കരസേനാ മേധാവി നിയമനത്തിൽ പ്രതിഫലിച്ചത് സർക്കാരിന്റെ സ്വജനപക്ഷപാതമോ? ശ്രീ ടോം വടക്കൻ, ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്തിനെ രണ്ടുപേരെ മറികടന്നാണല്ലോ നിയമിച്ചിരിക്കുന്നത് കരസേനാ മേധാവിയായിട്ട്. ലഫ്റ്റനന്റ് ജനറൽ പ്രവീൺ ബക്ഷി, അതുപോലെ തന്നെ സദേൺ കമാൻഡ് ചീഫായ PM ഹാരിസ്. ഇവരെ മറികടന്ന് ബിപിൻ റാവത്തിനെ നിയമിച്ചത് അത് സർക്കാരിന്റെ സ്വജനപക്ഷപാതവും ഒരു രാഷ്ട്രീയ നിയമനവുമാണ് എന്ന രീതിയിൽ എങ്ങനെ ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസിന് കഴിയും? ഇവിടെ സർക്കാർ ഏത് രീതിയിൽ സ്വജനപക്ഷപാതം നടത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്? മഞ്ജുഷേ, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഇത് ഒരു ആർമിയുടെ അപ്പോയിൻമെൻറ്റും ആർമി ചീഫിൻ്റെ അപ്പോയിൻമെൻറ്റും മാത്രമല്ല. ഇതിൽ വിഷയം ഒരു എക്സ്പാൻഡഡ് ഒരു വ്യൂ എടുക്കണം. കാരണം ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ അഡ്ഹോക്കിസത്തിനൊരു കണക്കും ആരും ചോദിക്കാനും പറയാനില്ല എന്നുള്ളൊരു ധാരണയിൽ ആണ് ഈ ഗവൺമെൻറ് വന്നിരിക്കുന്നത്. ഇപ്പോൾ CBI ചീഫായാലും ED ചീഫായാലും SCയുടെ ഒരു സുപ്രീം കോർട്ടിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ആയാലും CVCയുടെ അതിന് മുമ്പ് അപ്പോയിൻമെൻറ്റ്, ഇവർ കാണിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡാമേജ് ചെയ്യാണ്. കാരണം ഡെമോക്രറ്റിക് സിസ്റ്റത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ രാജ്യത്തെ പില്ലേഴ്സ്. ഇന്ന് ഇവർ കാണിച്ചിരിക്കുന്നത് ആർമി ചീഫിൻ്റെ അപ്പോയിൻമെൻറ്റിൽ സൂപ്പർസീഡ് ചെയ്തിരിക്കുന്ന 2 ഓഫീസേഴ്സുണ്ട്. ഇവരുടെ പ്രൊഫൈൽ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലഫ്റ്റനൻറ്റ് ജനറൽ HS പനാങ് റിട്ടയർഡ്, ഇവരെ ഈ 3 ആളെയും പഠിപ്പിച്ച ഒരു ടീച്ചറാണ് മിലിറ്ററി അക്കാഡമിയിൽ. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം വെരി റെലവൻറ്റ് ചോദ്യമാണ്. അത് മിസ്റ്റർ പിള്ളയും എഗ്രി ചെയ്യും. അവർ പറയുന്നത് ഇവർ 3 ആളും ഇവരുടെ സ്റ്റുഡൻറ്റാണ്. ബേസിക്കലി ഇയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? കാശ്മീർ ഓപ്പറേഷൻ, അവിടെയാണ് അയാളുടെ ഓപ്പറേഷണൽ സക്സസ്സുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധം നടക്കാൻ പോകുന്നത് കാശ്മീരിലെ ഇതിലല്ല, ഹിൽസിലല്ല, നടക്കാൻ പോകുന്നത് പ്ലെയിൻസിലാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ 2 ഓഫീസേഴ്സിനെ എന്താണ് കാരണം സൂപ്പർസീഡ് ചെയ്യാൻ? ശ്രീ ടോം വടക്കൻ, അങ്ങനെയാണെങ്കിൽ അല്ലല്ലോ, മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. ഈ 3 പേരിൽ ഈ ബിപിൻ റാവത്ത് ഒഴിച്ചുള്ള മറ്റ് 2 പേർ, ലഫ്റ്റനന്റ് ജനറൽ PM ഹാരിസ്, ലഫ്റ്റനന്റ് ജനറൽ പ്രവീൺ ബക്ഷി, ഈ 2 പേർക്കും ബിപിൻ റാവത്തിനേക്കാൾ എന്ത് കുറവുണ്ട് എന്ന കാര്യത്തിൽ നൽകുന്ന വിശദീകരണം ഈ 2 പേരും ഓപ്പറേഷണൽ രംഗത്ത് പരിചയസമ്പത്തുള്ളവരല്ല എന്നാണ്. അതായത് അനുഭവ സമ്പത്ത് ഇപ്പോഴത്തെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ LOCയിലും LACയിലും അനുഭവ സമ്പത്തുള്ളയാൾ എന്ന് പറയുന്നത് ഇപ്പോൾ നിയമിതനായിരിക്കുന്ന ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്താണ്. ഇതാണ് വിശദീകരണം. ഇത് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഡീറ്റെയിലിംഗ് അല്ല, സോഴ്സസ് വഴിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയട്ടെ, കൃത്യമായിട്ട് പറയട്ടെ. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ കാശ്മീരിൽ നടക്കുന്നത് ടെററിസ്റ്റും ഗോറില്ല ഓപ്പറേഷനാണ്. ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്യുമ്പോൾ യുദ്ധം പ്ലെയിൻസിലായിരിക്കും, ടാങ്കുകൾ, ആമേർഡ് കാരിയേഴ്സ്, പിന്നെ സദേൺ കമാൻഡ്. അപ്പോൾ ഇതിൽ ഇവർ തിരിച്ചു പറയുന്നത് ഇങ്ങനെ ഈ തരം ടെററിസ്റ്റ് ഓപ്പറേഷൻസും LOC ഒരു സ്മോൾ ഫ്രാക്ഷനാണ് ഒരു യുദ്ധത്തിൻ്റെ റേഞ്ചിൽ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ലഫ്റ്റനൻറ്റ് ജനറൽ പനാങ് റിട്ടയർഡ്, അവരുടെ ക്രിറ്റിക്കാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം പൊളിറ്റിക്കൽ പൊസിഷനാണ്. ഞാനൊരു എക്സ്പീരിയൻസ് ലഫ്റ്റനൻറ്റ് ജനറൽ പനാങ്ങിനെയാണ് കോട്ട് ചെയ്യുന്നത്. അവരാരാണ്? ഇവർ 3 പേരും പഠിപ്പിച്ച കക്ഷിയാണ്. അപ്പോൾ അവരുടെ ഒരു ഒപ്പീനിയൻ ഒരു പക്ഷേ തെറ്റായിരിക്കാം, പിള്ളേജി പറയാം ഇത് ഒപ്പീനിയൻ അയാളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ ഇവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാമേജ് നൽകുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ശ്രീ ടോം വടക്കൻ, അങ്ങനെയാണെങ്കിൽ പോലും ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണോ? കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് വെച്ച് നോക്കിയാൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സീനിയോറിറ്റി മറികടന്ന് കരസേനാ മേധാവിയെ നിയമിച്ചിരിക്കുന്നത് എന്ന് തോന്നുകയാണ്. അങ്ങനെയല്ലല്ലോ. 1983-ൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇതേ കാര്യം സംഭവിച്ചിട്ടുള്ളതാണല്ലോ. ഞാൻ ഉത്തരം പറയട്ടെ. ജനറൽ വൈദ്യനെ ആർമി ചീഫായിട്ട് അന്ന് സൂപ്പർസീഡ് ചെയ്ത വിഷയം, ദി ഹയസ്റ്റ് ഡെക്കറേറ്റഡ് ഓഫീസറാണ് വൈദ്യ. അന്ന്
ആ ക്ലിയർ കട്ട് ആ മറ്റേ എഡ്ജ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ഹൈലി ഡെക്കറേറ്റഡ് ഒരു ഓഫീസറാണ്. അവിടെയാണ് വിഷയം മാറിയത്. കാരണം അത് ക്രെഡിബിലിറ്റി ഫാക്ടറാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ഹൈലി ഡെക്കറേറ്റ് ചെയ്ത ഒരു ഓഫീസറായിരുന്നു ജനറൽ വിദ്യ. പിന്നെ ഒരു വിഷയം ഉണ്ടായി, അത് റീസെന്റ് ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് 1983 AS വൈദ്യേക്കാൾ SK സിൻഹയ്ക്ക് എന്തായിരുന്നു അയോഗ്യത എന്നത് കൂടി പറയേണ്ടതല്ലേ? ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നയിച്ചു എന്നതാണ് AS വൈദ്യയുടെ അധിക യോഗ്യത. ഹൈലി ഡെക്കറേറ്റഡ് ഒരു ഓഫീസറാണ്. കംപ്ലീറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹൈലി ഡെക്കറേറ്റഡ് ഒരു ഓഫീസർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. ഇവർ പറയുന്നത് കാശ്മീരിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ലാർജറാണ്. കാശ്മീർ മാത്രമാണോ ഇന്ത്യ? ഇന്ത്യ ഒരു ലാർജർ കോൺടാക്ട്. രാജസ്ഥാനുണ്ട്, ബാക്കി ബോർഡേഴ്സ് ഉണ്ട്. അതാണ് പ്ലെയിൻസിലുള്ള യുദ്ധം. അല്ലാതെ ഈ തരം സ്പെഷ്യലൈസ്ഡ് ഇതൊരു വാസ്തവം പറഞ്ഞ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ചെറി പിക്കിംഗ്. ഇത് എന്തോ ഒരു കാരണവശാൽ ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് അവർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒപ്പോസിഷൻ ഒരു ചുമതലയുണ്ട് ആ ഇഷ്യൂ റേസ് ചെയ്യാൻ. പിന്നെ ഞാൻ ഒരു കംപ്ലീറ്റ് ഒരു ഇഷ്യൂ ശ്രീ ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്തുണ്ടായി. അവിടെ നേവൽ ചീഫിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഒരു സബ്മറീൻ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അന്നത്തെ അപ്പോയിൻറ്റി ആയിരുന്നു ആ സബ്മറീൻ്റെയും സൂപ്പർവൈസറി ഓഫീസർ. അന്ന് നേവൽ ചീഫ് റിസൈൻ ചെയ്തു. നേവൽ ഓഫീസർ റിസൈൻ ചെയ്തത് അന്ന് ആ സബ്മറീൻ്റെ അപകടത്തിൻ്റെ കാരണമായിരുന്നു. ആ ഓഫീസറിൻ്റെ അപ്പോയിൻമെൻ്റ് ആയിരുന്നു നേവൽ ചീഫായിട്ട് നീക്കി വെച്ചത്. അതിന് കാരണങ്ങളുണ്ട്. ഇതിവിടെ ഒരു കാരണവുമില്ല. ഇത് ഗവൺമെൻറ് ഇഷ്യൂഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഇയാൾക്ക് കാശ്മീരിൽ എക്സ്പീരിയൻസ് ഉണ്ട്. വേറെ ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് സംഭവിക്കും? ആർമി ചീഫിന്. പിന്നെ വേറെ ലാർജർ ഇഷ്യൂ ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂ പലരും റേസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. അതിലേക്ക് വരാം. ഞാൻ ഇടപെടുകയാണ്. ശ്രീ PS ശ്രീധരൻപിള്ള, ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ആരോപണം. 1983 ചരിത്രത്തിൽ ഒരിടത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ട്. പക്ഷേ അത് കോൺഗ്രസ് ന്യായീകരിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി AS വൈദ്യയെ നിയമിച്ച കാര്യം SK സിൻഹയെ മറികടന്നുകൊണ്ട് അത് കോൺഗ്രസ് ന്യായീകരിക്കുകയും ചെയ്യുകയാണ്. എങ്ങനെ ഇപ്പോഴത്തെ നിയമനം സ്വജനപക്ഷപാതമല്ല എന്ന് സർക്കാരിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഇപ്പോഴെല്ലാം സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകൾ മാത്രമാണ് വരുന്നത്. കേന്ദ്ര സർക്കാർ ഉചിതമായ മറുപടി നൽകിയിട്ടില്ല ഇതുവരെ. അല്ല മഞ്ജുഷ, എനിക്ക് അല്പം ടൈം തരണം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഗൗരവത്തോടെ പറയാനാണ്. നിങ്ങൾ അതിനിടയ്ക്കത് കട്ട് ചെയ്തത്. ഈ ചർച്ചകൾ തന്നെ ദൗർഭാഗ്യകരമാണ്. ഞാൻ ഇതിൽ എല്ലാവരും ചെയ്യുമ്പോൾ നാടോടുമ്പോൾ നടുവ് ഓടണം, മാതൃഭൂമി ചെയ്ത് തെറ്റിയെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത്രമാത്രം രാജ്യ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസ് രംഗത്ത് വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല. മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിൻ്റെ ചർച്ചയുടെ ആൾ വരുന്നുണ്ട്, ഞാൻ അതിന് ശേഷം പറയാം അതിനെപ്പറ്റി. ഞാൻ അവരിത് വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷേ ഇത് ഒരു രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ഇങ്ങനെ നഗ്നമായ രാഷ്ട്രീയമായിട്ട് കൊണ്ടെത്തിക്കാൻ ഇങ്ങനെ ചർച്ച ഇതിനു മുമ്പ് മിസ്റ്റർ വടക്കൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒരിക്കലൊന്നുമല്ല. എന്തിനാ അദ്ദേഹത്തിന് അറിയാത്തതല്ല, ടോം വടക്കൻ അറിയാത്തതല്ല. നമ്മുടെ രാജ്യത്തെ നിയമനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ നിയമനം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഓഫീസിൻ്റെ നിയമനം, പിന്നെ ഓരോന്നിനും വ്യത്യസ്തമായ അളവ് കോലുകളാണുള്ളത്. ചിലത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം അവിടെ ഇങ്ങനെ കമ്മിറ്റ് ചെയ്യും. മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററിയുടെ ആർമിയുടെ ഹെഡ് അവിടെ നിന്നുള്ള സംവിധാനത്തിൽ നിന്നും പേരുകൾ അയക്കും. അത് സ്ക്രൂട്ടനൈസ് ചെയ്ത് മെറിറ്റ് നോക്കി അതിൻ്റെ പേരിൽ അയക്കുന്ന പേരുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ക്യാബിനറ്റ് കമ്മിറ്റി, അതിൻ്റെ സബ് കമ്മിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലേക്ക് 5 പേരുകൾ, ഞാൻ മനസ്സിലാക്കുന്ന 5 ആണെന്നാണ്, ചിലർ പറയുന്നത് 3 എനിക്കറിയില്ല. ഏതായാലും 5 or 3 ആളുകൾക്ക് അയച്ചു കൊടുക്കും സൂട്ടബിൾ. അതിൽ നിന്ന് ഓപ്റ്റ് ചെയ്യേണ്ടത് അതിനുള്ള അധികാരം ക്യാബിനറ്റ് നൽകിയിട്ടുള്ളതല്ലേ? ഇപ്പോൾ ജഡ്ജിമാരുടെ നിയമനത്തിലോ മറ്റുള്ള കാര്യങ്ങളോ അങ്ങനെ അല്ലല്ലോ. ഇതിന് മുമ്പ് നടന്നിട്ടില്ലേ? നിങ്ങളെല്ലാം 83 പറയുന്നുള്ളൂ. ജനറൽ മനക്ഷ റിട്ടയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഭഗത്തിനെ അന്ന് ഓവർലുക്ക് ചെയ്തുകൊണ്ട് ബിബൂറിന് പിന്നെ മാറ്റിയിട്ട് വേറെ ആളിനെ വന്നത് എങ്ങനെയാണ്? ജൂനിയറെ എങ്ങനെ കൊണ്ടുവന്ന് ഒരു കൊല്ലക്കാലം നീട്ടിക്കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഒരിക്കലും ഇതൊന്നും പൊതുവേദിയിൽ ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലേക്കല്ല പോകാറുള്ളത്. അത് നമ്മുടെ മിലിറ്ററിയെ സംബന്ധിച്ച് എല്ലാ സംവിധാനങ്ങളും സ്പെഷ്യലായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ചർച്ച തന്നെ ദൗർഭാഗ്യകരമാണ്, രാജ്യ താല്പര്യം ഹനിക്കുന്നതാണ്. നമ്മുടെ കേരള പോലീസിലൊക്കെ വന്നതുപോലെ ഇനിയിപ്പോൾ യൂണിയനുകളും മിലിറ്ററി വന്നോട്ട്, രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിനൊരു യൂണിയൻ, പിന്നെ BJPക്കാർക്കൊരു യൂണിയൻ, അങ്ങനെ വരണമെന്നാണോ
ആഗ്രഹിക്കുന്നത്? ഇത്രയും ദേശത്തിൻ്റെ അടിത്തറയെ തകർക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടി പോകുമെന്ന് ഞാൻ വ്യക്തിപരമായിട്ടാണ് പറഞ്ഞത്. കാരണം കേന്ദ്ര സർക്കാർ ഇതിൽ അഭിപ്രായം പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല. ടോം വടക്കൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഈ ലഫ്റ്റനന്റ് ജനറൽ പ്രവീൺ ബക്ഷി, അതുപോലെ തന്നെ PM ഹാരിസ്, ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത്, ഇവർ 3 പേർക്കും ഒരേ യോഗ്യതയാണ് ഉള്ളത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ എങ്ങനെ ബിപിൻ റാവത്തിന് കൂടുതൽ യോഗ്യത വന്നുവെന്ന്, ഇതാണ് ശ്രീ ടോം വടക്കൻ ഉന്നയിക്കുന്ന കാര്യം. അത് ഈ കമ്മിറ്റിയുടെ, സെലക്ഷൻ കമ്മിറ്റിയുടെ പ്രൊവോക്കേറ്റീവ് എന്ന രീതിയിൽ തന്നെ കാണാമെന്ന് തന്നെയല്ലേ താങ്കൾ പറയുന്നത്? ഞാനും അറിയേണ്ട ആളല്ല. നോക്കൂ എന്തിനാ പിന്നെ പാനൽ അയക്കുന്നത്? എന്തിനാണ് ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അതിൻ്റെ വ്യവസ്ഥാപിതമായ സംവിധാനം മെറിറ്റ്സ് നോക്കിയിട്ട് ഇത് അയക്കുന്നത്? എന്തിനാ? സീനിയോറിറ്റി എലോൺ ഈസ് ദ കൺസിഡറേഷൻ ആണെങ്കിൽ ഒരാളുടെ പേര് നാച്ചുറലി അപ്പോയിൻ്റ് ചെയ്താൽ പോരെ? കോമൺ സെൻസ് ഉള്ള ആളുകൾ പറയട്ടെ, ഇതിൽ പങ്കെടുക്കുന്നവർ കോമൺ സെൻസ് ഉള്ളവരാണ്. എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആൾ, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, അതിൽ ആ ആളുടെ പേര് മാത്രം അയച്ചാൽ പോരെ? അയാളെ അങ്ങ് അപ്പോയിൻ്റ് ചെയ്യേണ്ടല്ല കീഴ്വഴക്കം, അല്ലെങ്കിൽ നിയമം അങ്ങനല്ലേ ആവേണ്ടത്? എന്തിനാണ് ഒരു സെലക്ഷൻ നടത്തിക്കൊണ്ട് അതിൻ്റെ ബേസിൽ പേരയക്കുകയും ആ പേരിൽ നിന്നൊരാളെ എടുക്കണമെന്ന് എന്തിനാ നിബന്ധന കൊണ്ടിരുന്നത്? ഇതിനെയെല്ലാം ഈ ജുഡീഷ്യറിയിൽ സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് 74 കാലഘട്ടത്തിൽ, 73, 75 കാലഘട്ടത്തിൽ 3 ജഡ്ജിമാർ രാജിവെക്കേണ്ട സാഹചര്യം വന്നത് ആരുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധിയുടെ കാലത്തല്ലേ? ഈ രാജ്യത്ത് ഇതെല്ലാം തകർത്തതാരാ? അങ്ങനെ പക്ഷേ മിലിറ്ററി മാതാവ് ഇല്ലായിരുന്നു. കാരണം അതുകൊണ്ടാണ് 83 ഇതുണ്ടായപ്പോഴും 72 മനക്ഷയുടെ റിട്ടയർമെൻറ്റ് വന്നപ്പോഴും ഇതേ ഇഷ്യൂ ഉണ്ടായപ്പം പ്രതിപക്ഷങ്ങൾ ഒരിക്കലും അത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കിയിട്ടില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇന്ന് ആദ്യമായിട്ട് ആർമിയുടെ കാര്യത്തിൽ ഇത് ഉണ്ടായിരിക്കുന്നത്. എല്ലാ കാലത്തും ഇതാണ് നടക്കാറുള്ളത്. 3-4. അതുകൊണ്ടാണ് 1983 വലിയ വിഷയം തന്നെയായിരുന്നു. നിയമനം കിട്ടാതിരുന്ന SK സിൻഹ രാജിവെച്ച സംഭവം ഉണ്ടായതാണ് പി എസ് ശ്രീധരൻപിള്ള. അല്ല, അദ്ദേഹം രാജിവെച്ചു. പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് അത് പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടില്ല ആരും. ഞാൻ വെല്ലുവിളിക്കുക. കാരണം അത് ഇഷ്യൂ ആക്കാത്ത എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അകത്തിലെ സിസ്റ്റം ഇങ്ങനെയാണ്. അതിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ രാജിവെച്ചു. ഇവിടെ അങ്ങനെയല്ല. ഇതിൽ വരുന്ന 2 ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട്, ഞാനിത് BJPയുടെ അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള മീഡിയ ചർച്ചകൾ ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഇതിനേക്കാൾ കൂടുതൽ 3-നെയും കൂടെ കോടീകരിക്കുന്ന, അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ്റുമായിട്ട് അഡ്വൈസ് ചെയ്യേണ്ട, ഇതിനേക്കാൾ ഉയർന്ന സംവിധാനത്തിലേക്കാണ് ഒരാളുടെ പേര് പ്രപ്പോസ് ചെയ്തതായിട്ടും മാധ്യമങ്ങളോട് അറിയാൻ സാധിക്കുന്നു. ഇതിനൊരു വിശ്വാക്കതാരാ? ഇതിങ്ങനെ രാഷ്ട്രീയമായിട്ട് നഗ്നമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ മിലിറ്ററിയെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷങ്ങൾ പോകുന്നെങ്കിൽ അതോർത്ത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദുഃഖിക്കുക, ഈ രാജ്യത്തിൻ്റെ ഭാവി ഓർത്ത്. അല്ലാണ്ട് BJP പ്രശ്നമോ കോൺഗ്രസ് പ്രശ്നമോ അല്ല. കോൺഗ്രസ് ഇത്രത്തോളം അതപ്പതിച്ചിട്ട് താഴോട്ട് പോകുമെന്ന് നമുക്ക് കരുതാം. LOCയിലെ അനുഭവ സമ്പത്താണ് ഈ തെരഞ്ഞെടുപ്പിന് മാനദണ്ഡമെങ്കിൽ അതെങ്ങനെ ശരിയാകുമെന്ന കാര്യവും കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. അല്ല, ഡ്യൂ പ്രോസസ് എന്നുള്ള വാക്കിലാണ്